ഇപ്പോഴത്തെ AI ടെക്നോളജിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് AI ഒക്കെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ATS റെസ്യൂമെ തന്നെ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഞാൻ ഇപ്പം തന്നെ അത് ജസ്റ്റ് കംപ്ലീറ്റ് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ക്യാൻവയിൽ പോകുക. ഒരു PDF നിങ്ങളുടെ റെസ്യൂമിലുള്ള കണ്ടൻസ് അവിടെ ഒരു PDF ക്രിയേറ്റ് ചെയ്യുക. ഇനി ജസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലൗഡിൽ പോയിട്ട് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സൽ ലാറ്റക്സ് ഫോർമാറ്റിലേക്ക് ഈ ഒരു PDF കൺവേർട്ട് ചെയ്ത് തരാൻ പറയാം. അപ്പോൾ അവിടുന്ന് ഒരു കോഡ് നിങ്ങൾക്ക് തരും. ആ കോഡ് എക്സൽ ലാറ്റക്സ് ഓൺലൈൻ കൺവേർട്ടർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇത് തുടർന്ന് കാണാം. അപ്പോൾ ആദ്യം ATS എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ATS ഫ്രണ്ട്ലി റെസ്യൂമെ ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ATS എന്താണെന്ന് അറിയാത്തവർക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ChatGPT ചോദിക്കാം. വാട്ട് ഈസ് ATS ആൻഡ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ. അപ്പോൾ ATS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. ഇപ്പോൾ ഒരു കമ്പനി ഹയറിങ് നടക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് റെസ്യൂം അവർക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ആവശ്യമുള്ള റെസ്യൂമെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവരുടെ HR അതിനിങ്ങനെ റെസ്യൂമൊക്കെ എടുത്ത് നോക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അതാണ് ATS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് റെസ്യൂമൊക്കെ കളക്ട് ചെയ്തിട്ട് അത് സ്കാൻ ചെയ്തിട്ട് കമ്പനി കൊടുത്ത കീവേഡിനനുസരിച്ച് അല്ലെങ്കിൽ അവർ പറഞ്ഞ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള CV സ്കാൻ ചെയ്തിട്ട് ഫിൽട്ടർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയിലേക്ക് CV അയച്ചാലും ശരിക്കും അത് ഒരു റിയൽ പേഴ്സൻ്റെ അടുത്തേക്ക് ആ CV എത്തണം എന്നില്ല. കാരണം ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഫിൽട്ടർ ചെയ്ത് എടുത്തതിൽ നമ്മളെ CV ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ CV ഒരു റിയൽ പേഴ്സണിലേക്ക് എത്തുന്നേ ഇല്ല. അതിന് മുമ്പേ റിജക്റ്റ് ആയി പോകുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റത്തിന് കുറേ റിക്വയർമെൻ്റ് ഉണ്ട് ഒരു CV സ്കാൻ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഗ്രാഫിക്സ് കണ്ടൻറ് ഉണ്ടെങ്കിൽ, ഫോട്ടോസ്, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റത്തിന് മനസ്സിലാവാത്ത ഫൗണ്ട്സൊക്കെ ഈ ഒരു PDF ഉണ്ടെങ്കിൽ ഇതൊന്നും അത് ട്രാക്ക് ചെയ്യില്ല. കാരണം ചിലപ്പോൾ ഒരു കീബോർഡ് ഇപ്പോൾ വെബ് ഡെവലപ്പറുടെ CV ആണ് സ്കാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും Next.js, ജാവാസ്ക്രിപ്റ്റ്, റിയാക്റ്റ്, ആംഗുലാർ, ഇങ്ങനെ കുറേ കീവേഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കീവേഡൊക്കെ നമ്മളെ റെസ്യൂമിൽ PDF ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ കൊടുത്ത ഫോർമാറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിച്ച ഫൗണ്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കണ്ടൻറ്റോ കാരണം ഈ ആപ്ലിക്കേഷൻ അത് സ്കാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ CV അതിൻ്റെ HR അടുക്കിലേക്ക് എത്തില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ ഇത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ATS ഫ്രണ്ട്ലി റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ChatGPT സെർച്ച് ചെയ്തവിടെ തന്നെ വന്നിട്ടുണ്ട് വൈ ഷുഡ് യു കെയർ. അതായത് ഈസ് യുവർ റെസ്യൂം കാൺ ബി റീഡ് പ്രോപ്പർലി ബൈ എൻ ATS, ഇറ്റ് മേ ബി റിജക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. ആ ഒരു ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം നമ്മളുടെ CV സ്കാൻ ചെയ്യുമ്പോൾ അത് ഓൾറെഡി റിജക്റ്റ് ആയി പോകും. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ CV റെസ്യൂമേയിൽ വേണ്ട കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങളൊരു PDF അല്ലെങ്കിൽ സിമ്പിൾ ഒരു ടെക്സ്റ്റ് ഫയലിൽ എഴുതിയുണ്ടാക്കുക. കമ്പ്യൂട്ടറിൽ ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളായിട്ട് എഴുതിയുണ്ടാക്കുക. ഏറ്റവും ബെറ്റർ PDF എഴുതിയുണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അത് നമുക്ക് ഹെഡിങ്, പോയിൻറ്റ്സ്, ഡേറ്റ് ഇങ്ങനെയൊക്കെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ക്യാൻവയിൽ വരിക, canva.com. ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് CVs ഇതുപോലെ വരും. ഇതിലിപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് പെയ്ഡാണ്. ഓക്കെ, പെയ്ഡ് വേണ്ട. ഇതൊക്കെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു
എൻ്റെ റെസ്യൂമെൻ്റെ PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ കണ്ടൻറ്റ് മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ റെസ്യൂമെൻ്റെ മോഡൽ, എൻ്റെ റെസ്യൂമെൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്യാൻവയിൽ വരിക, canva.com. ഓക്കെ, ഞാൻ ഓൾറെഡി തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് PDF അപ്ലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ഈ റെസ്യൂമെ മോഡൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, കാരണം അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലെ ഈ ഒരു റെസ്യൂമയിലെ കണ്ടൻറ്റ് നിങ്ങളുടെ കണ്ടൻ്റ് ആക്കിയിട്ട് മാറ്റുക. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ കണ്ടൻ്റാണ്, എൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക്, അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടൻ്റ് ആക്കിയിട്ട് മാറ്റുക. ഇത് നിങ്ങളുടെ കണ്ടൻ്റ് ആക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ ഡിസൈനിങ്ങിനൊന്നും ഇവിടെ മെനക്കെടരുത്. ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ കണ്ടൻറ്റ് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഇനി നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ ഒരു വീഡിയോ എഡിറ്ററുടെ CV ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡാവിഞ്ചി റിസോൾവ് വീഡിയോ എഡിറ്റിംഗ് ആണ് അറിയിച്ചെങ്കിൽ അതിൻ്റെ അതുപോലെയുള്ള ഒരു CV ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ കണ്ടൻറ്റ്സ് കോപ്പി ചെയ്തിട്ട് ചില പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഒരു സമ്മറി കൊടുക്കുക. സമ്മറി നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു ഹോൾ സമ്മറി, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നീട് ടെക്നിക്കൽ സ്കിൽസ് കൊടുക്കുക. ടെക്നിക്കൽ സ്കിൽസ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം കീവേഡ്സ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ സമ്മറിയിലാണെങ്കിലും സമ്മറിയിൽ ഞാൻ എന്താണ് എൻ്റെ പ്രൊഫൈലിൻ്റെ സമ്മറി, അതിലൊക്കെ ഒരുപാട് കീവേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസിൽ മാക്സിമം കീവേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അതിൻ്റെ മാക്സിമം കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ATS ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റമാണ് നിങ്ങളുടെ CV ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് കീവേഡ്സ് വെച്ചിട്ടായിരിക്കും അത് ഫിൽട്ടർ ചെയ്യാൻ പോകുക. അപ്പോൾ നിങ്ങളുടെ CVയിൽ നിങ്ങളുടെ ജോബുമായി ബന്ധപ്പെട്ട എന്താ കീവേഡ്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രൊജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം വർക്ക് എക്സ്പീരിയൻസ് ആണ് കൊടുക്കേണ്ടത്. വർക്ക് എക്സ്പീരിയൻസിൽ നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത് മാക്സിമം കീവേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ, ഇപ്പോൾ വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ ഡാവിഞ്ചി റിസോൾവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേമാതിരി ഫൈനൽ കട്ട് പ്രോവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കീവേഡ്സ്, പിന്നെ അതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഞാനൊരു വെബ് ഡെവലപ്പറിൻ്റെ CV ആയതുകൊണ്ട് ഞാനിതിൽ മാക്സിമം അതുമായി ബന്ധപ്പെട്ട കീവേഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റ് കൊടുക്കുക. പ്രൊജക്റ്റിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നൽകാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ലിങ്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ആക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം CVയിൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇത് ലിങ്ക് ആക്കിയപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അണ്ടർലൈൻ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ അണ്ടർലൈൻ നിങ്ങൾ മാനുവലായിട്ട് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ അണ്ടർലൈൻ കൊടുക്കാനൊരു ഓപ്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്യരുത്. ആ ഒരു അണ്ടർലൈൻ കൊടുക്കുന്ന പരിപാടി നിങ്ങൾ CVയിൽ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ഒരു ടെക്സ്റ്റിനും അണ്ടർലൈന് കൊടുക്കരുത്. ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലിങ്ക് ആയതുകൊണ്ട് അണ്ടർലൈൻ വന്നതാണ്. അത് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ അണ്ടർലൈൻ CVക്ക് കൊടുക്കരുത്. പിന്നെ നിങ്ങളുടെ പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് മാക്സിമം ഞാൻ വീണ്ടും പറയുകയാണ്, കീവേഡ്സ് നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് മാക്സിമം കീവേഡ്സ്, വ്യത്യസ്തമായിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ Node.js എന്നാണ് വെച്ചെങ്കിൽ വേറൊരിടത്ത് ഈ Node.js തന്നെ കീവേഡ് വരുന്നുണ്ടെങ്കിൽ ഞാനവിടെ Node.js, കാരണം ഈ Node.js തന്നെ Node.jsഉം React.jsഉം അങ്ങനെയൊക്കെ ചിലർ യൂസ് ചെയ്യുന്നതാണ്. മാത്രമല്ല അത് ഒരുമിച്ച് യൂസ് ചെയ്യും, സ്പേസ് ഇല്ലാതെ ജസ്റ്റ് React.js അല്ലെങ്കിൽ React സ്പേസ് വിട്ട് JS. പിന്നെ ആ രണ്ട് രീതിയിലുള്ളതും എൻ്റെ CVയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ആ ഒരു ജോബിലുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുക, പിന്നെ അതർ ഡീറ്റെയിൽസ്. പിന്നെ ഈ ചില അനാവശ്യ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ഒരു പരിപാടി ചില CVയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ ചെയ്യരുത്. ഞാൻ
ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഞാൻ അതിലെ കണ്ടൻറ്റ് പറയുന്നില്ല. നിങ്ങൾ ആ PDF ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക CV ഉണ്ടാക്കുന്നതിന് മുമ്പ്. ഓക്കെ, ഇവിടെ ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും നിങ്ങൾ അധികം ഡിസൈനിങ്ങിനൊന്നും നിൽക്കണ്ട. കാരണം ഈ ഡിസൈനിങ് ഒക്കെ നമ്മൾ AI വെച്ചിട്ടാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് കുറച്ച് ഇങ്ങോട്ട് മാറി. ഈ എക്സ്പീരിയൻസ് കീവേഡിൻ്റെ അലൈൻമെൻറ്റ് കുറച്ച് ഇങ്ങോട്ടായി, എഡ്യൂക്കേഷൻ്റെ കുറച്ച് ഇങ്ങോട്ടായി. ഇതൊന്നും നിങ്ങൾ അത്ര കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മളുടെ AI നമുക്ക് അടിപൊളിയാക്കി തരും. ഓക്കെ, ജസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, PDF സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ChatGPTയോ അല്ലെങ്കിൽ ക്ലൗഡോ ജെമിനയോ യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ക്ലൗഡ് യൂസ് ചെയ്യാനാണ്. കാരണം ഞാൻ എല്ലാം യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ക്ലൗഡാണ് ഏറ്റവും XLATEX കോഡ് പ്രിപ്പയർ ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൗഡാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി XLATEX അല്ലെങ്കിൽ ലാറ്റക്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ChatGPTയോട് വാട്ട് ഈസ് ലാറ്റക്സ് ആൻഡ് ലാറ്റക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ്റെ ഒരു ലാംഗ്വേജാണ്. PDF ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോഡിങ് ലാംഗ്വേജ് പോലത്തുള്ള ഒരു ലാംഗ്വേജാണ്. ആ ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ ഇൻഡെപ്ത് അലൈൻമെൻ്റ് ഒക്കെ വെച്ചിട്ടുള്ള, അതായത് അലൈൻമെൻറ്റൊന്നും തെറ്റാതെ കറക്റ്റ് ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജാണ് ലാറ്റക്സ് പറയുന്നത്. ലാറ്റക്സ് പറയുന്നത് ഈ ലാംഗ്വേജിനെ, ഈ ഒരു കോഡിനെ നമുക്ക് PDF കൺവേർട്ട് ചെയ്യാൻ ചില ടൂളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂളുകളുണ്ട്. അതിൽ PDF ലാറ്റക്സ് ഉണ്ട്, XLATEX ഉണ്ട്, പിന്നെ ലുവ ലാറ്റക്സോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ടൂളുകളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ്, അതായത് ആ ടൂളിൻ്റെ കാറ്റഗറിയാണ് പറയുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൂൾ പറയുന്നത് XLATEX ആണ്. അത് വെച്ചിട്ട് ഇനി നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി ക്ലൗഡിലേക്ക് വരിക. ക്ലൗഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു PDF ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ക്ലൗഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് റെസ്യൂമെ മോഡൽ. എന്നിട്ട് ഇവിടെ നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കണം. ഈ ഒരു CV XLATEXിലേക്ക് കൺവേർട്ട് ചെയ്തു തരൂ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പ്രോംപ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് AIയുടെ സഹായത്താൽ തന്നെ ഒരു ബെസ്റ്റ് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആദ്യത്തെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റാണ്. പിന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ക്ലൗഡിൽ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. ഈ ക്ലൗഡ് ഐ വിൽ ക്രിയേറ്റ് എ നേറ്റീവ് ഒപ്റ്റിമൈസ്ഡ് പ്രൊഫഷണൽ റെസ്യൂം ഇൻ XLATEX ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ. ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത് ജനറേറ്റ് XLATEX കോഡ് ഫോർ എ പ്രൊഫഷണൽ റെസ്യൂം ഒപ്റ്റിമൈസ്ഡ് ഫോർ അപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ആ ഒരു സോഫ്റ്റ്വെയറിന് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാറ്റക്സ് കോഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് അതാണല്ലോ വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് ആ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോഡ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഇവിടുന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓവർലീഫ് എന്നുള്ള വെബ്സൈറ്റിലേക്ക് വരും. overleaf.com. ഓക്കെ, ഈ വെബ്സൈറ്റിൽ ജസ്റ്റ് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലാങ്ക് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റെസ്യൂമിൻ്റെ മൈ റെസ്യൂം എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം, ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം, കോഡ് എഡിറ്റർ, വിഷ്വൽ എഡിറ്റർ. ഇതിൽ കോഡ് എഡിറ്റർ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഓൾറെഡി ഉള്ള കണ്ടൻറ്റ് റിമൂവ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത കണ്ടൻറ്റ് അവിടേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു സമ്മറി ഇവിടെ ഓരോ കീ പോയിൻറ്റ്സും നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നീട് ഇപ്പോൾ കമ്പൈൽ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ എറർ വരും. കാരണം നമ്മൾ ഇപ്പോൾ കമ്പൈൽ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് PDF ലാറ്റക്സ് വെച്ചിട്ടാണ്. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോഡ് XLATEX ആണ്. അപ്പോൾ ഇവിടെ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ PDF ലാറ്റക്സ് എന്നുള്ളത് XLATEX ആക്കിയിട്ട് മാറ്റാൻ പറ്റും. റീകമ്പൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ക്ലൗഡിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ഇവിടെ എറർ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ പോലെ എറർ എന്താ കാണിച്ചെങ്കിൽ ആ ഒരു എറർ പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഡാറ്റക്സ് ഈ ഈ ഒരു എറർ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എറർ പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ക്ലൗഡിന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫിക്സ് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എറർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എറർ ഉണ്ട് എന്ന് പറയാം. ഐ ഗോട്ട് ബ്ലാങ്ക് പേജ് ഐ കമ്പൈൽഡ്. ഐ ഗോട്ട് ബ്ലാങ്ക് പേജ് വെൻ ഐ കമ്പൈൽഡ് ഫിക്സ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്കറിയുന്ന ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തട്ടിവിടുക. അപ്പോൾ ജസ്റ്റ് വീണ്ടും അത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ രണ്ടാമത്തെ ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. എപ്പോഴും നിങ്ങൾ ഈ ഒരു കീ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ജനറേറ്റ് എക്സലാറ്റക്സ് എന്നാണ്. എക്സലാറ്റക്സ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറയാം. മാത്രമല്ല ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടി അതിന് പ്രത്യേകം അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ലാറ്റക്സ് കോഡ് ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വേണം പറയാൻ. അപ്പോൾ പുതിയ കോഡ് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ അത് കോപ്പി ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് വന്നിട്ട് പഴയ കോഡ് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ കോഡ് പേസ്റ്റ് ചെയ്തിട്ട് റീകമ്പൈൽ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ PDF ജനറേറ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ലിങ്ക്സ് ഒന്നും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ക്ലൗഡ് ജനറേറ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ ലിങ്ക് ഒന്നും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അപ്പോൾ നമുക്കത് ഇവിടെ മാറ്റാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ കോഡ് എഡിറ്റർ എന്നുള്ളത് വിഷ്വൽ എഡിറ്ററിലേക്ക് മാറ്റിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇത് ഇമെയിൽ ഐ ഡിയുടെ ടെക്സ്റ്റാണ്. ഇമെയിൽ ഐ ഡിയുടെ ഉള്ളിൽ ലിങ്കിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ മെയിൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് മെയിൽ ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ആവും. ഇനി ലിങ്കിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഓരോ പ്രൊജക്റ്റിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓരോ പ്രൊജക്റ്റിനും ലിങ്ക് ഉണ്ട്. ആ ലിങ്കൊക്കെ ജസ്റ്റ് നിങ്ങൾ മാനുവലായിട്ട് കൊടുക്കുക. എന്നിട്ട് റീകമ്പൈൽ കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊഫഷണൽ CV ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യേണ്ടത്. ഇനി വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു റെസ്യൂമിൻ്റെ ഡിസൈന് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലത്തെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾ അതും കൂടിയും ക്ലൗഡിന് അയച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡിസൈനാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ക്ലൗഡിനോട് പറയാം. അപ്പോൾ ക്ലൗഡ് അത് ആ ഒരു മോഡലിൽ പ്രിപ്പയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.